ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡ്രസ്സ് നമ്മൾ എന്താ പറയുക എൻഗേജ്മെൻറ്റുള്ള ഡ്രസ്സ് സെലക്ഷന് പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടായിരിക്കും. ഞാനും അമ്മയും ഏട്ടനും പിന്നെ നമ്മുടെ ചേച്ചിയും കൂടെയാണ് പോകുന്നത്. സോ നമ്മൾ എല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഏത് ഡ്രസ്സാണ് എടുക്കുന്നത്, നമ്മുടെ ചോയ്സസ്. അപ്പം നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണം, ഡ്രസ്സിനുള്ള ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യണം, പിന്നെ ചെരുപ്പ് തുടങ്ങി എല്ലാ സാധനങ്ങളും നമ്മളിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ നമുക്കിന്ന് പർച്ചേസ് ചെയ്യാൻ പോവാം. ഞാൻ ഓക്കെ ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങി വീട്ടിൽ നിന്ന് അങ്ങനെ കാറിൽ കയറി. അമ്മയുണ്ട്, കണ്ണേട്ടൻ പിന്നെ എന്തായാലും ഉണ്ടല്ലോ. പിന്നെ ഈ പരിപാടികൾക്കെല്ലാം മെയിനായിട്ടുള്ള നമ്മുടെ പുള്ളി ചാർലിയാണ് നമ്മുടെ എല്ലാ ഇവൻറ്റ്സിനും കൂടെ വന്നത്. പിന്നെന്താ, കാറിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പാടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അപ്പം നമ്മളാണല്ലോ മെയിൻ സിംഗർ. ഒരു കഥയിലെ ഞാൻ കണ്ടില്ലയാണ് ഞാൻ പാടിയത്. ഇപ്പം നമ്മൾ ചേച്ചീനെ വെയിറ്റ് ചെയ്യാണ്. സോ ഇന്നെൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ചാർലിയാണ് നമ്മുടെ പ്രോ ഡ്രൈവർ. ചാർലി ഹായ്, എൻ്റെ ഫ്രണ്ട്, എൻ്റെ യൂട്യൂബേഴ്സ്. അങ്ങനെ ചേച്ചി വന്നു. ചേച്ചീനെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വിട്ടു വണ്ടി KMTയിലേക്ക്. അങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞു ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ട്രൈ ചെയ്തു. എടുത്തിട്ടും ഞങ്ങൾക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ നമുക്കൊന്നുകൂടെ നോക്കാം എന്നുള്ളൊരു മൂഡായിരുന്നു നമുക്ക്. ഏട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങളും കെട്ടിയൊക്കെ നോക്കിയിരുന്നു. ആൾക്കാണെങ്കിൽ ആകെ പ്രാന്തായിട്ടുണ്ട്. പൊതുവേ ആൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. നമ്മൾ പെൺകുട്ടികൾക്ക് ഇതിന് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനോ ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് ചേച്ചിക്ക് ആ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നോട് ഇടാൻ പറഞ്ഞു. ഞാനും ഇട്ട് നോക്കി. അമ്പോ, എനിക്കങ്ങോട്ട് ഇഷ്ടമായി ആ ഡ്രസ്സ്. പിന്നെ നമ്മൾ ചേച്ചിയും വേറൊരു ഡ്രസ്സ് ട്രൈ ചെയ്തു. പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു കടയിലേക്ക് അതിൻ്റെ ഇടയിൽ പോയായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഒന്നും അല്ലാത്ത ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കളക്ഷനിൽ പോയി. ഉള്ളത് പറയാമല്ലോ, ഒരുപാട് സെലക്ഷനുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഡ്രസ്സിനുള്ളത്. കട അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. കട നല്ല കടയാണ്, കുഴപ്പമൊന്നുമില്ല, നൈസ് കളക്ഷനാണ്. പിന്നെ നമ്മൾ ചെരുപ്പെടുത്തു. പിന്നെ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡ്രസ്സ് കൺഫേം ചെയ്യണമായിരുന്നു. പിന്നെ നമ്മൾ വേറെ 1-2 കടയിലൊക്കെ പോയി നമ്മൾ സെലക്ഷൻസൊക്കെ നോക്കി. പക്ഷെ ഒന്നിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവസാനം പോന്നു, പക്ഷെ നല്ല ഉറക്കം വന്നു. ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ഓർണമെൻറ്റ്സും ചപ്പലും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നാളെയാണ് നമ്മുടെ ഏട്ടൻ്റെ എൻഗേജ്മെന്റ്. അപ്പം എൻഗേജ്മെന്റിനുള്ള ചേച്ചിക്കുള്ള ഡ്രസ്സാണിത്. അപ്പം ഈ ഡ്രസ്സ് എല്ലാം കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ഡ്രസ്സ് പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങൾ, ഓർണമെന്റ്സ് എല്ലാം സെറ്റാണ്. നമുക്ക് ചേച്ചിയുടെ ഇതാണ് ചേച്ചിയുടെ ഞങ്ങൾ എടുത്തിട്ടുള്ള ഡ്രസ്സ് ലെഹങ്ക. ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓഫ് വൈറ്റ് കളറാണ്. ഇതിൽ നല്ല ഡീറ്റെയിലിംഗ് ആണ്. പിങ്ക് ഗ്രീനിലാണ് ഡീറ്റെയിലിംഗ് വരുന്നത്. ബ്ലൗസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ സെലക്ഷൻ. എനിക്കും ചേച്ചിക്കാണ് ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫസ്റ്റ് സൈറ്റ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടെ അത് പെറുക്കി കിട്ടി. ഇച്ചിരി പാടായിരുന്നു അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏട്ടനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് മാലയും സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു വെച്ച് ഞങ്ങൾ ഇറങ്ങി. അച്ഛനും അമ്മയ്ക്കും ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എന്താ പറയുക, നമ്മളെ ഡ്രസ്സെല്ലാം എങ്ങനെയായിരിക്കും ചേച്ചിക്കുന്ന ആലോചിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡാണ്. നാളെ ഇനിയിപ്പം ഡ്രസ്സിൽ ചേച്ചീനെ കാണുമ്പോൾ ഞാൻ അപ്പോസ് പിന്നെ നമ്മുടെ ചാർലി കൂടെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഏറെക്കുറെ ഫിനിഷായിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ഓക്കെ, ഇനി എനിക്ക് ഡ്രസ്സ് ചെയ്യണം. വലുതാട്ടിനോട് ഒന്നും റെഡി ആയിട്ടില്ല ഗൈസ്. അമ്മ മേക്കപ്പ് റെഡി ആയമ്മോ? സെറ്റ് ഇതിക്ക് നോക്കിയമ്മ ഇവിടെ ക്യാമറയ്ക്ക്. അപ്പം നീ സാരി എടുക്കണം അല്ലേ? സാരി ഇഷ്ടപ്പെട്ടോ? അമ്മ സെലക്ട് ചെയ്ത സാരിയാണ്. സോ എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഒന്നാമത്തെ എക്സൈറ്റ്മെൻറ്റ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഒബ്വിയസ്ലി. പക്ഷേ അതല്ലാണ്ട് എക്സൈറ്റ്മെൻറ്റ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. നമ്മൾ ചേച്ചിക്ക് എടുത്ത ഡ്രസ്സ് ലെഹങ്ക. അപ്പം ആ ഡ്രസ്സിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. സോ എന്താ പറയുക, ആ മൊമെൻറ്റ് ഞാൻ എന്തായാലും ക്യാപ്ചർ ചെയ്യും. സോ കമോൺ. അപ്പം ഞങ്ങൾ പോകാൻ റെഡിയായി. സോനക്കുട്ടി റെഡിയാണ്. അമ്മ സെറ്റല്ലേ? സെറ്റ്. ഇത് റെഡിയാണ്. ഗീതുട്ടി സെറ്റല്ലേ? സെറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. എല്ലാവരും ഇരുന്നു. ആദ്യം തന്നെ ഞങ്ങൾക്ക് ഡ്രിങ്ക്സ് കുടിച്ചു. നല്ല ഡ്രിങ്ക്സ് ആയിരുന്നു. ഇതാണ് എൻ്റെ ചെറിയ നാത്തൂൻ. പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് ഏട്ടൻ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ മൊമെൻറ്റിൽ. പിന്നെ എൻ്റെ ചേച്ചി ഇറങ്ങി വന്നതും ഞാൻ ഒത്തിരി ഹാപ്പിയായി. എനിക്ക് ആ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു. അത് ചേച്ചിക്ക് നന്നായിട്ട് ചേർന്നുണ്ടായിരുന്നു.
നല്ലതായിരുന്നു. പിന്നെ ഹെയർ സ്റ്റൈൽ പാളിപ്പോയി. ക്യാമറ നമ്മുടെ ബ്യൂട്ടീഷ്യൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി പാളിയതാണ്. മുടി ഇച്ചിരി കൂടെ സെറ്റപ്പായിട്ടിരുന്ന മുടിയാണ് ഇച്ചിരി ഇതായി. പക്ഷേ നൈസായിരുന്നു. ചേച്ചീനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മിസ് ചെയ്ത ആൾ കുട്ടി ബ്രോ ആണ്. കുട്ടി ബ്രോ ഓരോ സെക്കൻഡിലും എല്ലാവരും വിളിച്ച് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ പ്രസൻസ് ഉള്ളത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ആളില്ലാത്തതിൻ്റെ കുറവ് എന്തായാലും ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ സെറമണിയാണിത്. അങ്ങനെ നമ്മുടെ 18-ാം തീയതിയാണ് ആ കല്യാണം ഫിക്സ് ചെയ്തത്. ഇത് എൻ്റെ കസിൻസാണ്. ഞാൻ പറഞ്ഞില്ലേ ആ നീല ഇതാണ് രണ്ടാമതിരിക്കുന്നതാണ് എൻ്റെ ചെറിയ നാത്ത്. യെസ്, മൈ കുഞ്ഞി നാത്ത്. യെസ്. പിന്നെ അതൊക്കെ എൻ്റെ കസിൻസാണ്. നമ്മള് കണ്ണന്താടിന്റെ ഫോട്ടോഷൂട്ടിന് വന്ന മഴ ചതിച്ചു. മഴ ഫുള്ള് സീനാക്കി. ഞങ്ങള് മഴയത്ത് വെറൈറ്റി വീഡിയോ എടുക്കാൻ പോവാണ്. അതെ, പെരിന്തൽമണ്ണയ്ക്ക് 30 കിലോമീറ്ററുകൾ താണ്ടി ഫോട്ടോ എടുക്കാൻ. മഴയൊന്നും നമുക്ക് സീനില്ല, ഫോട്ടോ മസ്റ്റ്. ഇനി ഇപ്പൊ ഞങ്ങളോട് പറയാനുള്ളത് ഇത് സെറ്റ് ആയില്ല, ഞങ്ങൾ ഹൃദയം ടച്ച് വീഡിയോ എടുക്കാൻ പോവാണ്. പ്രതികൂല സാഹചര്യമാണ്. മഴ മാറി ഞങ്ങൾ ഇവിടെ വന്നപ്പോ കൂട്ടും കാറ്റ് അല്ലേ. ഈ പുള്ളി കണ്ടോ, അവരവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറേ നേരം പുള്ളി സംശയിച്ച് നോക്കി. പിന്നെ എല്ലാവരും കൂടെ നോക്കിയപ്പോൾ ആളെ വണ്ടി വിട്ട്. എല്ലാം ഭയങ്കര എന്താ പറയുക, വിചാരിച്ചൊന്നും നടന്നില്ല ഗൈസ്. ഒരു സൈഡ് മഴ മാറി വന്നപ്പോൾ കാറ്റ്, മൊത്തത്തിൽ സീനാണ് ഗൈസ്. ഞാൻ ഒരാളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് മാരിക്കാക്കു, നല്ല പ്രായമുണ്ട്. വളരെ സന്തോഷമുള്ളൊരു ദിവസമായി മാർച്ച് 22 അവസാനിച്ചു. അതിൽ ഏറ്റവും നല്ല കുറച്ച് മൊമെൻറ്റ്സാണിത്. പിന്നെ ഞങ്ങളുടെ കുട്ടി ബ്രോനെയും പെണ്ണിനെയും ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്തു. അവരോട് ഉണ്ടായിരുന്ന അടിപൊളിയാണ്. ഹോപ്പ് യു എൻജോയ് ദിസ് എൻഗേജ്മെൻറ്റ് വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.